കോഴിക്കോട് തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാജയത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് DCC. വടകര, മുക്കം, കാരശ്ശേരി, അത്തോളി തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാജയം പരിശോധിക്കും. പാർട്ടി വിരുദ്ധ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു DCC. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പരാജയവും പരിശോധിക്കും. UDF നേതൃയോഗം വൈകിട്ട് ചേരും. ദീപക് മലയമ ചേരുന്നു. ദീപക്, സംസ്ഥാനത്തെ വലിയ വിജയമുണ്ടായെങ്കിലും കോഴിക്കോട് സംഭവിച്ചത്, അപ്പോൾ അതിലെന്തായാലും ഒരു പരിശോധന, അതിൽ എവിടെ പിഴച്ചു എന്നുള്ളതൊക്കെ പരിശോധിക്കണം. പിന്നെ ആരാണ് പിന്നിൽ നിന്ന് കുത്തിയത് എന്ന് മനസ്സിലാക്കി അവർക്കെതിരെ നടപടിയാണോ? റോഷനി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള വിജയമുണ്ടാക്കാൻ കോൺഗ്രസിന് UDF സാധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കൈവശമുണ്ടായിരുന്ന പലയിടങ്ങളും കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ വടകര, ഒപ്പം തന്നെ മുക്കം, കാരശ്ശേരി, അത്തോളി തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാജയം അത് വലിയ രീതിയിലുള്ള ഞെട്ടിക്കൽ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ സംഘടനാപരമായി ആ കാര്യത്തിൽ അവിടുത്തെ പരാജയത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ കോൺഗ്രസ് കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പലരും പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. അവർക്ക് ഇതിനോടകം തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ വിശദീകരണം കേൾക്കും. അതിനുശേഷമായിരിക്കും നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പാർട്ടി കേവലം ആൾക്കൂട്ടമല്ല എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇന്നിപ്പോൾ രാവിലെ DCCയിൽ കോൺഗ്രസിന്റെ അവലോകന യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പരാജയത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി അതിന് തുടർച്ച എന്നുള്ള നിലയ്ക്കായിരിക്കും ആരൊക്കെ വീഴ്ച വരുത്തി എന്നതിലേക്ക് എത്തിനോട്ടം ഉണ്ടാവുക. അതിന് നടപടി. ശരി, ദീപക് മലയമയാണ് വിശദാംശങ്ങൾ നൽകിയത്.